ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ ഫാക്ടർ എന്നുള്ളത് ഡോപ്പമീൻ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആസ്വാദനം ആഗ്രഹിക്കുന്നുണ്ട്. ആസ്വാദനമില്ലാതെ ജീവിതമില്ല. നമുക്കെല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങൾ ലഭിക്കാൻ, അല്ലെങ്കിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ ആസ്വാദനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഈ ആസ്വാദനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ എന്നാൽ ഒരു പ്ലഷർ ഹോർമോണാണ്, ഒരു ഫീൽ ഗുഡ് ഹോർമോൺ. ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ ഇൻസേർട്ട് ചെയ്യുന്നതോട് കൂടി എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് തെറ്റായ രീതിയിലുള്ള ആസ്വാദനങ്ങൾ ലഭിക്കുന്നു. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഡോപ്പമിൻ്റെ സിക്രീഷനാണ്. നമ്മുടെ മക്കളെല്ലാം ഇന്ന് രാത്രിയിൽ ഫോൺ മണിക്കൂറുകളോളം ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്തു വെക്കും മോനെ എന്ന് എത്ര തവണ പറഞ്ഞാലും അവർ പുലർച്ചെ വരെയും ആ ഫോണിൽ തോണ്ടിക്കൊണ്ടേ ഇരിക്കാനുള്ള കാരണം ഈ ഒരു ഡോപ്പമിൻ ഫാക്ടറാണ്. അവർക്ക് ആ ഡോപ്പമിൻ സിക്രീറ്റ് ചെയ്യുന്നതോടുകൂടി തെറ്റായ ആസ്വാദനങ്ങൾ ലഭിക്കുന്നു. അതോടുകൂടി അവർക്ക് റിയൽ ലൈഫിൽ നമ്മൾ ആസ്വദിക്കേണ്ട പല കാര്യങ്ങളും ആസ്വാദനമല്ലാതെയായി മാറുന്നു. അടുത്തതൊന്ന്, ഡോപ്പമീൻ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോമോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും മിസ്സാവുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോമോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചു കാലം സ്മാർട്ട് ഫോണിൽ നിന്ന് മാറി നിന്നാൽ, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് എന്തൊക്കെയോ മിസ്സാവുന്നുണ്ട് എന്ന് തോന്നൽ. ആ മിസ്സാവുന്നുണ്ട് എന്ന തോന്നൽ നമ്മളെ നിർബന്ധിതമായി ഈ സ്മാർട്ട് ഫോണിലേക്ക് എത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പൊതുസമൂഹത്തിനോടൊപ്പം ഒരു ഹേർഡ് മെന്റാലിറ്റിയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി ഒരു ക്രിയേറ്റിംഗ് കൺസെപ്റ്റ്സ്, ഹേർഡ് മെന്റാലിറ്റി എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറുന്നു. ഒരു പൊതുബോധത്തിനൊപ്പം പോവുക.